ഓം ശ്രീ സായിരാം. ഭഗവാനെ ആദ്യമായി കണ്ടതും യുവാവിന് ഒരു കാര്യം ബോധ്യമായി. തൻ്റെ ലക്ഷ്യം ഇവിടെയാണ്. പ്രഭാഷണവേളയിൽ ഭഗവാൻ അരുളിയ ഒരു വാക്ക് മനസ്സിലുടക്കി. നിങ്ങളുടെ ഒരു ദുർഗുണമെങ്കിലും എനിക്ക് തരൂ, എന്നിൽ നിന്നും ഒരു സദ്ഗുണം സ്വീകരിച്ച് മടങ്ങിപ്പോവൂ. യുവാവിന് നല്ല സിനിമ കമ്പമുണ്ട്. ഇനി സിനിമ കാണില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വാമി, സിനിമാ കമ്പം എന്ന ദുർഗുണം അവിടുത്തെ പാദത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു. ഞാനിനി അതിൽ പെടാതെ എന്നെ കാത്തുകൊള്ളണേ. അത് സ്വാമിയുടെ ജോലിയാണ്. കുറേ ആഴ്ചകൾ നല്ല വിധം കടന്നുപോയി. സേവയിലും ജപത്തിലും ജോലിയിലും മുഴുകിക്കഴിഞ്ഞ സന്തോഷകരമായ ദിനങ്ങൾ. ഒരു ദിവസം പഴയ കൂട്ടുകാർ വീട്ടിലെത്തി. പുതിയ സിനിമ വന്നിരിക്കുന്നു. യുവാവിനെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണവർ. യുവാവ് തൻ്റെ തീരുമാനം പറഞ്ഞു. സുഹൃത്തുക്കൾ പല പ്രകാരത്തിലും അയാളെ സ്വാധീനിക്കാനും സമ്മർദ്ദത്തിലാക്കാനും ശ്രമം ആരംഭിച്ചു. അയാൾ വഴങ്ങിയില്ല. കൂട്ടുകാർക്ക് നീരസമായി തുടങ്ങിയപ്പോൾ അയാൾ സമ്മതിച്ചു. വസ്ത്രം മാറാനായി മുറിയിലേക്ക് പോയപ്പോൾ ആദ്യം ചെന്നത് പൂജാമുറിയിൽ. ഭഗവാനോട് വിഷമത്തോടെ പറഞ്ഞു, സ്വാമി, ഇത് കണ്ടില്ലേ? ഞാൻ എൻ്റെ വാക്ക് തെറ്റിക്കാൻ പോവുകയാണ്. സ്വാമി എന്നെ രക്ഷിക്കേണ്ടതല്ലായിരുന്നു. ഞാൻ എങ്ങനെ ഇനി പോകാതിരിക്കും? എന്നാലും സ്വാമി എന്നെ കൈവിട്ടല്ലോ. ഇത്രയും പറഞ്ഞ് അയാൾ മുറിയിൽ പോയി വസ്ത്രം മാറി കൂട്ടുകാർക്കരിയിൽ തിരിച്ചെത്തി. അവർ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ലാൻഡ് ഫോണിൽ ബെല്ലടിച്ചു. യുവാവ് ഉടൻ തന്നെ ഫോൺ എടുത്തു. അച്ഛൻ ഓഫീസിൽ നിന്നും വിളിക്കുന്നു. ഓഫീസിലെ ഒരു ഫയൽ വീട്ടിലിരിപ്പുണ്ട്. അത് അടിയന്തരമായി അദ്ദേഹത്തിന് വേണം. അതുകൊണ്ട് ഉടൻ വരിക. ഫയൽ എവിടെ വച്ചിരിക്കുന്നു എന്ന് കൃത്യമായി അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. യുവാവ് കാര്യം കൂട്ടുകാരോട് പറഞ്ഞു. അവർക്ക് മറുത്തൊന്നും ഇനി പറയാൻ പറ്റില്ലല്ലോ. യുവാവിന് ഉള്ളിൽ സന്തോഷമായി. തൻ്റെ വ്രതം മുടങ്ങിയില്ലല്ലോ എന്നോർത്ത് അയാൾ അങ്ങനെ ആ ഫയലുമായി അച്ഛൻ്റെ ഓഫീസിലെത്തി. മകനെ കണ്ട് മകൻ പറഞ്ഞത് കേട്ട് അച്ഛൻ അന്ധാളിച്ചു പോയി. അദ്ദേഹം അയാളെ വിളിച്ചിട്ടില്ല. ആ ഫയലിൻ്റെ ആവശ്യവുമില്ല. മാത്രമല്ല, ഈ ഫയൽ വീട്ടിൽ എവിടെയാണ് വച്ചതെന്ന് അദ്ദേഹത്തിന് ഓർമ്മയും ഇല്ലായിരുന്നു. അതിൻ്റെ ആവശ്യവും അപ്പോൾ ഇല്ലായിരുന്നു. മകൻ ഫയലുമായി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇടിമിന്നൽ പോലെ ആ സത്യം ഉള്ളിൽ തെളിഞ്ഞു. സ്വാമി തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഫോൺ വിളിച്ച് തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കൂട്ടുകാരുടെ ദുസ്വാധീനത്തിൽ നിന്നും തന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ജയ് സായിരാം. ഭഗവാൻ ഒരിക്കൽ അരുളി, എന്നെ സമ്പൂർണ്ണം ആശ്രയിച്ചവനെ രക്ഷപ്പെടുത്താനായി വേണമെങ്കിൽ ഒരു അത്ഭുതം തന്നെ ഞാൻ സൃഷ്ടിച്ചേക്കും. സ്വാമിയെ സമ്പൂർണ്ണം ആശ്രയിച്ച് ജീവിതം സുരക്ഷിതമാക്കാൻ, ഈ മനുഷ്യജന്മം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ.